പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അടൂർ ഫിലിപ്പ് മങ്കുഴിയിൽ. ഇന്നത്തെ ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം, ഒരു സംരംഭം തുടങ്ങുമ്പോൾ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഏകദേശം നാടിൻ്റെ നന്മ, നാട്ടുകാരുടെ നന്മ ഇവ കരുതി ഏതാണ്ട് 300-ൽ പരം ലേഖനങ്ങൾ വിവിധ പത്രമാസികകളിൽ എഴുതിയിട്ടുണ്ട്, വർഷങ്ങളായിട്ട് എഴുതുന്നുണ്ട്. B4 ബിൽഡിംഗ് എന്നുള്ള മാഗസിനിൽ കെട്ടിട നിർമ്മാണത്തെപ്പറ്റി ഒരു പരമ്പര തന്നെ ഇറക്കിയിരുന്നു. വളരെയധികം വായനക്കാർ അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് 70,000 സർക്കുലേഷനുള്ള ഒരു മാഗസിനായിരുന്നു B4 ബിൽഡിംഗ്. ഇൻ്റർനാഷണൽ മലയാളം മാഗസിനായിരുന്നു. ഒരു കോപ്പി പോയാൽ 3 പേര് വായിച്ചാൽ തന്നെ 2 ലക്ഷം വായനക്കാരുണ്ടായിരുന്നു. വളരെ നല്ല അഭിപ്രായങ്ങൾ ആ ലേഖനത്തെ പറ്റിയൊന്നുണ്ടായിരുന്നു. കാരണം കെട്ടിട നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ പറ്റിയാണ് പരമ്പര ഇറക്കിയിരുന്നത്. അപ്പോൾ ഞാൻ എഴുതിയിരുന്ന പരമ്പരയ്ക്കകത്ത് യാതൊരു കാരണവശാലും ഒരു കൺസൾട്ടിങ്ങിൻ്റെ ആവശ്യം വരാത്ത വിധം വളരെ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ സംശയങ്ങൾ തോന്നുന്നത് പോലും അതിൽ വിശദമായി പ്രതിപാദിച്ചിരുന്നുകൊണ്ട് സംശയം ചോദിക്കാൻ പോലും ആളുകൾ വിളിക്കാറില്ലായിരുന്നു. അവർ തന്നെ എഴുതിയിട്ടുണ്ട്, പല പ്രാവശ്യം വളരെ വിശദമായിട്ടാണ് എഴുതുന്നത്. സംശയം വരുന്ന ഭാഗം തന്നെ അതിന് വീണ്ടും വിശദീകരണം കൊടുത്ത് തന്നെയാണ് എഴുതിയിരുന്നത്. ഇത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് പിന്നീട് ചില വ്ളോഗുകളിൽ ഈ ആർട്ടിക്കിൾ കൊണ്ട് സമൂഹത്തിനുണ്ടായ നേട്ടത്തെപ്പറ്റി ഘട്ടം ഘട്ടമായിട്ട് 300 ലേഖനങ്ങളെന്ന് പറയുമ്പോൾ 1000-1500 നവീന ആശയങ്ങൾ ഇതിലുണ്ട്. പലതും പല കാലത്തും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനങ്ങളുടെ ഇമ്പാക്റ്റ് സമൂഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വിശദമാക്കി പിന്നീട് വരുന്ന ചില എപ്പിസോഡുകളിൽ പ്രതിപാദിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു സംരംഭം തുടങ്ങുന്നവർക്ക് വേണ്ടിയുള്ള ബാങ്കിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ബാക്കി മുമ്പ് പറഞ്ഞ ഈ ലേഖനങ്ങളെ പറ്റിയുള്ള വിശദീകരണം പിന്നീട് നൽകാവുന്നതാണ്. ബാങ്കിൽ നിന്ന് നിങ്ങൾ പ്രോജക്റ്റിന് വേണ്ടി ലോൺ എടുക്കുകയാണെങ്കിൽ കഴിവതും നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാങ്കിനെ സമീപിക്കുക. ഞാൻ പറയുന്നത്, ഇപ്പോൾ പല ബാങ്കുകൾ കൂട്ടിക്കെട്ടി പണ്ട് ഒരു 6mm വയറാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 10ഓളം 6mm വയറുകൾ കൂട്ടിപ്പിരിച്ചാലുണ്ടാകുന്ന ശക്തിയാണ് ഇന്ന് പല ബാങ്കുകൾക്ക്. അപ്പോൾ അത്രയും ശക്തിമത്തായ ബാങ്കുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ഒരു ബാങ്കുമായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം യോജിച്ചു പോകാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ അനുഭവത്തിൽ കൂടെ മനസ്സിലായി കാണുമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്ലിയായി നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങാൻ പറ്റിയ ബാങ്കുകളിൽ നിന്ന് നിങ്ങൾ പ്രോജക്റ്റ് ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഫ്രണ്ട്ലി പോകും. അതല്ലെങ്കിൽ ഇപ്പോൾ ചില ബാങ്കുകൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്തെടുത്തുകൊണ്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞത്. ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കാര്യങ്ങളിപ്പം നോക്കിയാണ്. പണ്ട് വളരെ ഒരു അക്കൗണ്ടിന് വേണ്ടി നിങ്ങളുടെ പുറകെ സമീപിച്ച പല ബാങ്കുകളും ഇന്ന് ധിക്കാരപൂർവ്വം പെരുമാറുന്നൊരു കാലമായി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളോട് സഹകരിച്ച് പെരുമാറുന്നവരോ ധിക്കാരം കാണിക്കുന്നവരോ ആണെന്ന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു ബാങ്കിനെ സമീപിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സപ്പോർട്ട് പിന്നീട് കിട്ടിയെന്ന് വരികയില്ല. പിന്നെ ബാങ്കിങ് രംഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഈ പ്രാവശ്യം നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോൺ തരുന്ന ബാങ്ക് ഒരു നല്ല മാനേജരായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പ്രോജക്റ്റ് കൊണ്ട് ചെല്ലുമ്പോൾ ലോൺ തരാമെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കുക, 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഈ മാനേജർ അവിടെ നിന്ന് മാറും. പിന്നെ വരുന്ന മാനേജർ ഒരിക്കലും നിങ്ങളുടെ പഴയതുപോലെ ഫ്രണ്ട്ലി ആയിരിക്കത്തില്ല. കാരണം ഒരു ബാങ്കിൻ്റെ പോളിസിയാണ്. ബാങ്കിലെ ചില സംശയങ്ങളുടെ പുറത്ത് ഞാൻ ബാങ്ക് മാനേജർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ ഇരിക്കുന്ന ആൾ വളരെ ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന ആൾ ആ കൊടുത്ത ലോണുകൾ കംപ്ലീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി വരുന്ന ആളാണ്. അപ്പോൾ അവരുടെ സ്വഭാവം ആ ടൈപ്പിലായിരിക്കും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും.
അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി കാണിച്ച് നിങ്ങൾക്ക് ലോൺ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിചാരിക്കും ഒരു ഫേവറിൽ കൂടെ തന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രത്യേക മമത കൊണ്ട് തന്നതാണെന്ന്. പക്ഷേ അത് നിങ്ങൾക്ക് കെണിയായിട്ട് അടുത്ത ഭാഗമാനേര് വരുമ്പോൾ നിങ്ങൾക്കൊരു കെണിയായിട്ട് ഭവിക്കും. അങ്ങനെ പ്രോജക്റ്റ് ഫെയിലിയറായ പല പ്രോജക്റ്റുകളും എനിക്കറിയാം. ഞാൻ അവരുടെ എൻ്റെ ഡീറ്റെയിൽസ് അയച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചതാണ്. കഴിഞ്ഞ മാനേജർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, കൊച്ചു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിരുന്നു. അത് നിയമപരമായിട്ട് ശരിയാണെന്നുള്ള ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ അടുത്ത ആൾ വരുമ്പോഴത്തേക്ക് ഇത് നിയമപരമല്ല, അല്ലെങ്കിൽ എന്തോ ഫേവർ ചെയ്തു, അതുകൊണ്ട് നിങ്ങളോട് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ആകാൻ പറഞ്ഞാൽ നിങ്ങൾ ക്ലോസ് ആവുകയല്ലാതെ ലോൺ ക്ലോസ് ആവില്ല. കാരണം നിങ്ങളുടെ സർപ്രൈസായിട്ട് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന ബാങ്കുകൾ, എല്ലാ ബാങ്കുകളും നിങ്ങളുടെ ഈ പൈസ ഉണ്ടെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു ദിവസം നിങ്ങളുടെ പേയ്മെൻറ്റ് ഡ്യൂ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ സ്വഭാവം മാറുന്നതൊക്കെ നിങ്ങളുടെ അനുഭവത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പഴയ NREO കോടികൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. നിങ്ങളൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവർ കാണിക്കും. അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ നമ്മുടെ അനുഭവം വരുമ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ നിങ്ങൾ ഡീഫാൾട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു മുഖമായിരിക്കും പിന്നെ ഇവർ കാണിക്കുന്നത്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോപ്പർട്ടി ഒരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പലർക്കും അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നത് പകുതി 90% കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് ഇമ്പാക്റ്റ് കയറി വരുന്നത്. ആദ്യമായിട്ട് നിങ്ങളൊരു ലോണിന് 1 കോടിയോ 2 കോടിയോ തരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ എമൗണ്ടിനനുസരിച്ച് ഒരു ലോണിന് ബാങ്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇത് പ്രോജക്റ്റിന് മാത്രമല്ല, എഡ്യൂക്കേഷൻ ലോണിന് ചെന്ന് കഴിഞ്ഞാലും വീട് ലോണിന് ചെന്ന് കഴിഞ്ഞാലും കൂടുതലും കണ്ടുവരുന്നത്, പലരും ഞാൻ ഈ വിഷയം ഗവൺമെൻറ് തലത്തിലും പലതരത്തിലും അന്വേഷിച്ചപ്പോൾ പലരും നേരിട്ടൊരു പ്രശ്നമാണിത്. നിങ്ങൾ ലോണിന് ചെല്ലുമ്പോൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് സാറിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ടുവരും. അതായത് ഞങ്ങൾ നോക്കിയിട്ട് പറയാം സാറിന് എത്ര ലോൺ എടുക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ ഒരു ലോണുമായിട്ട് മുൻപരിചയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ എത്ര പ്രമാണമുണ്ടോ ഈ പ്രമാണം എല്ലാമായിട്ടാണ് നിങ്ങൾ ബാങ്കിലേക്ക് പോകുന്നത്. കാരണം അത് കണ്ടിട്ടേ അവർ പറയത്തുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എത്ര എമൗണ്ട് തരാൻ പറ്റുമെന്ന്. അങ്ങനെ നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം കൂടെ കൊടുക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 20 ലക്ഷത്തിൻ്റെ ഒരു ഹൗസിംഗ് ലോണായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ 2-3 കോടിയുടെ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. നിങ്ങൾ ഇത്രയും ഡോക്യുമെൻ്റ് കൊണ്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് അതിലൊരെണ്ണം മതി, 2 മതി, ഇതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവും, 20 ലക്ഷത്തിന് ഞങ്ങൾക്ക് 30 ലക്ഷത്തിൻ്റെ ഈട് മതി എന്ന് പറഞ്ഞൊരു ബാങ്കും തിരിച്ചു തരാൻ സാധ്യതയില്ല. അവർ കണ്ടുവരുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഡോക്യുമെൻ്റ് മൊത്തം വാങ്ങിച്ചിട്ട് ഇത് വാലി കുറച്ച് കാണിച്ചുകൊണ്ട് അവരുടെ സൈഡ് സേഫാക്കാൻ വേണ്ടി, അതായത് നാളെ എന്തെങ്കിലും ഒരു ഡീഫോൾട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ലേലം വിളിച്ചു പോയാൽ ബാങ്കിന് ഒരിക്കലും നഷ്ടം വരാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ പിന്നാമ്പുറം വേറെ ചില ദുരുദ്ദേശങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സേഫായിട്ട് അവർ 5, 8, 10 പേരടി ഇവിടുത്തെ ബാങ്കിൻ്റെ റൂള് വിവിധ ബാങ്കുകളിലോട്ട് സമീപിച്ചപ്പോഴും ഓംബുഡ്സ്മാൻ പറഞ്ഞിരിക്കുന്നതും 1.5 ഇരട്ടി. അതായത് നിങ്ങളുടെ 1 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഈടാണ് ബാങ്കിന് നോർമലി വേണ്ടി. അഥവാ ഇനി മാക്സിമം പിടിച്ചു കഴിഞ്ഞാൽ ചവിട്ടി പിടിച്ചാൽ ഒരു 2 ഇരട്ടി, അതായത് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ലോൺ എടുത്താൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഈട് മാക്സിമം 1.5 പകരം 1.25 അല്ലെങ്കിൽ 2, അതിനപ്പുറം ഒരു കാരണവശാലും പോകാൻ പാടില്ല. അത് ക്രൈമിൻ്റെ കാറ്റഗറി ആണെന്നാണ് 2016 എന്നോട് അന്നത്തെ ഓംബുഡ്സ്മാൻ പറഞ്ഞത്. അത് കാറ്റഗറി ക്രൈമാണ്, അതൊരു കുറ്റമാണ്, ബാങ്ക് അങ്ങനെ എടുക്കാൻ പാടില്ലെന്നാണ് നിയമം. പക്ഷേ ഇവരതിന് ചെയ്യുന്നത്, നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുക്കാൻ പോകുമ്പോൾ അവർ 2 കോടിയുടെ പ്രോപ്പർട്ടി പിടിച്ചു വെച്ചിട്ട് അവരിത് വാല്യൂ ചെയ്ത്, പലതരം വാല്യുവേഷൻ ഉണ്ട് ബാങ്കിനെ സംബന്ധിച്ച്. അത് അവരുടെ ഫേവറായിട്ടുള്ളവരാണെങ്കിൽ അവർ, കാരണം ഈ വാല്യുവേഷൻ ഒരുപാട് എപ്പോഴും ഒരു മമതയുണ്ട്. കാരണം അവർക്ക് കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടി മാനേജർമാരുമായിട്ട് ഇവർ അവരുടെ ഫേവർ ചെയ്തിട്ടാണ് പലപ്പോഴും ചെയ്തിരിക്കുന്നത്. ഞാനത് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോൾ അതനുസരിച്ച് പലതരം വാല്യൂ ഉണ്ട്. മിനിമം വാല്യൂ ഉണ്ട്, മീഡിയം വാല്യൂ ഉണ്ട്, ഹൈ വാല്യൂ ഉണ്ട്. ഹൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ളവർ വരുമ്പോൾ വാല്യൂ വേറുമായിട്ട് സ്വാധീനിച്ചുകൊണ്ട്
അവർ 10 ലക്ഷത്തിൻ്റെ വസ്തുവിന് 9 ലക്ഷം വരെ വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പോൾ അവരുടെ ആളുകൾക്ക് ചെറിയ പ്രോപ്പർട്ടി കൊണ്ട് തന്നെ ഈട് കിട്ടും. അതേസമയത്ത് അവർക്ക് താല്പര്യമില്ലാത്തൊരു കേസാണെങ്കിൽ നിങ്ങൾ ഒരു കോടിയുടെ പ്രോപ്പർട്ടി കൊടുത്താൽ അതിന് വാല്യൂ 10 ലക്ഷം ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അണ്ടർ വാല്യൂ ചെയ്യും. അണ്ടർ വാല്യൂ ചെയ്ത് നമുക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലെ ഒരു സംവിധാനം അങ്ങനെയാണ്. അവർ നിശ്ചയിക്കുന്ന ഒരു വാല്യൂർ വിലയിടുന്നു, നമ്മളനുസരിക്കുന്നു. കാരണം നമ്മൾ അത്ര ആവശ്യക്കാരനായതുകൊണ്ട് നമ്മൾ അവർ പറയുന്നത് കേട്ടുകൊണ്ട് പ്രോപ്പർട്ടി എല്ലാം കൊടുക്കുന്നു. പിന്നെ മീഡിയം ആണെങ്കിൽ എങ്ങും തൊടാതെ അതൊരു നോർമൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രീതിയിൽ ഒരു 50% ചിലപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂവിൻ്റെ ഒരു വാല്യൂ ഇടും. അപ്പോൾ ഇത് നിങ്ങൾ കഴിവതും നിങ്ങളൊരു സ്ഥാപനമാണെങ്കിൽ ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റുകയില്ല. കാരണം അവർക്ക് വാല്യൂർ കാണും സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ലീഗൽ അഡ്വൈസറുണ്ട്. അവർ പറയും മുന്നേ കൂട്ടി നിങ്ങൾക്ക് ആദ്യം ഫണ്ട് എത്ര വേണമെന്ന് നോക്കുക. ആ ഫണ്ടിനനുസരിച്ച് മാത്രം നിങ്ങൾ ഒരു വാല്യൂറെ വെച്ച് വാല്യൂ നോക്കിയിട്ട് അതനുസരിച്ച് പ്രോപ്പർട്ടി, അതായത് നിങ്ങൾക്ക് 1 കോടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 കോടിയുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ കൊടുക്കരുത്. അതിലും താത്ത് കൊടുക്കുക. പിന്നെ അവരുമായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് മാത്രമേ പ്രോപ്പർട്ടി കൊടുക്കാവൂ. അത് അറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, ബിസിനസ് ഫീൽഡിൽ ഇറങ്ങിയവർക്ക്. അല്ലാതൊരു സാധാരണക്കാരൻ ചെന്നാൽ അവർക്കിതിനെപ്പറ്റി അറിയില്ല. അവർ സർവ്വ ഡോക്യുമെൻ്റ് കൊണ്ട് കൊടുക്കും. അവസാനം ഈ ഡോക്യുമെൻ്റ് എന്തെങ്കിലും തരത്തിൽ ഡീഫോൾട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ 1 ലക്ഷം ലോൺ എടുത്തതിന് നിങ്ങൾ 1 കോടിയുടെ പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ഇവർ ലേലം വിളിച്ച് നിങ്ങൾക്ക് നയാ പൈസ കിട്ടുകയില്ല. നിങ്ങൾക്ക് ബെനിഫിറ്റ് വരാത്ത രീതിയിൽ വീണ്ടും ഇവർ അണ്ടർ വാല്യൂ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ഇങ്ങനെ ബാങ്കിങ് മേഖലയിൽ ഇത് മാത്രമല്ല, ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വേറെ ചില ചതിക്കുഴികളുണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. നന്ദി.